കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാത്തിരുന്ന 18% ക്ഷാമബത്തയുടെ കുടിശ്ശിക ഇനി ഇല്ലെന്ന് ധനവകുപ്പ് ഉറച്ച നിലപാടിൽ. ആരാണ് ഇതിൻ്റെ പിന്നിൽ? അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 2022 ജൂലൈ മുതൽ 2025 ജനുവരി വരെ ആകെ 6 ഗഡുക്കളിലായിട്ട് 18% ക്ഷാമബത്ത പ്രഖ്യാപിച്ചെങ്കിലും ഇതിൻ്റെ കുടിശ്ശിക സർക്കാർ നൽകാനില്ലെന്നാണ് പുതിയ തീരുമാനത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് കുടിശ്ശിക നോക്കാം. 1/7/22 3%, 1/1/23 4%, 1/7/23 3%, 1/1/24 3%, 1/7/24 3%, 1/1/25 2%. ഇങ്ങനെയാണ് അത്രയും വരുന്നത്. പ്രഖ്യാപിച്ച DAയും അവയുടെ കുടിശ്ശികയും ജീവനക്കാർക്ക് നൽകാത്തത് വലിയ പ്രതിഷേധങ്ങൾ വഴിവെച്ചിട്ടുള്ളത്. വ്യത്യാസം എവിടെ? അതേസമയം IAS, IPS, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് DAയും അതിൻ്റെ കുടിശ്ശികയും പണമായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ വ്യത്യാസം സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെ നീതിപൂർവമാണെന്ന് ആരും പറയുന്നുമില്ല. സമരവും പ്രതികരണവും. വർഷങ്ങളായിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവനക്കാർ സമരപഥത്തിലേക്ക് തിരിച്ചെത്തുകയാണിപ്പോൾ. സംഘടനകൾ പറയുന്നു ഇത് ദീർഘകാല ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. 117 മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. അതുപോലെ തന്നെ പെൻഷൻകാർക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശകലനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്